എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ വെണ്ടയ്ക്ക നന്നായി കഴുകി 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത്, 250 ഗ്രാം സവാള കനം കുറച്ചരിഞ്ഞത്, 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 4 പച്ചമുളക് കീറിയത്, 3 തണ്ട് കറിവേപ്പില, 10 വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ വലുപ്പത്തിലെ പുളി വെള്ളത്തിലിട്ട് കുതിർത്തത്. ഇത്രയുമാണ് കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി കറി തയ്യാറാക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് പച്ചക്കറികളും പൊടിവകകളും ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്കയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിൽ വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേന് കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും. കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിന് കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. ഇതെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിന്റെ കുറച്ച് ചൂട് പോയതിന് ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ഇട്ട് കടുക് താളിക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ കളറും രുചിയും കൂടും. കറിക്ക് കടുകൊക്കെ താളിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.